ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്പിക്കാറ്റ്ലേ എന്ന് പറയുന്ന ഈ ഓർക്കിഡിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ നിറയെ പൂ വന്നിട്ടുണ്ട്, നിറച്ച് മുട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ജൂലൈ മാസം മുതലാണ് ഈ ഓർക്കിഡിൽ നിറയെ പൂ വരുന്നത്. അത് ഇനിയിപ്പോൾ ഒരു ഓഗസ്റ്റ് നല്ല വേനൽക്കാലം വരെ ഇതിനകത്ത് പൂവുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂ വന്നുകൊണ്ടിരിക്കും. അതുണ്ടോ, നിറയെ തൈകളുണ്ട്. ആ ഓരോ പുതിയ തൈകളിങ്ങനെ വരുമ്പോഴും അതിൽ നമുക്ക് പൂവുണ്ടായി കിട്ടും. എല്ലാ ചട്ടികളിലും നിറയെ തൈ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഡിവൈഡ് ചെയ്ത് നടാം. പിന്നെ ഇതിൻ്റെ കെയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇത് വേനൽക്കാലത്ത് നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക. വർഷക്കാലത്ത് ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. പിന്നെ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. അതല്ലെങ്കിൽ പൂവുണ്ടാവില്ല. ഇത്തിരി ചൂടും ഇത്തിരി ലൈറ്റുമാണ് ഈ ചെടിക്ക് ആവശ്യം. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഒരിക്കലും വെക്കാതിരിക്കുക. നമ്മളിത് ഡിവൈഡ് ചെയ്ത് നടുവാണെങ്കിൽ 1 വർഷമൊക്കെ ആകുമ്പോൾ പൂവുണ്ടാവും. അത് ഡിവൈഡ് ചെയ്ത് നടുമ്പോൾ ഒരു 1-2 തൈ അല്ല നടേണ്ടത്, ഒരു 2-3 തൈ വെച്ചിട്ടാണ് ഞാൻ നടുന്നത്. ഇതുപോലെ ഇതിൻ്റെ വെളിയിലൊക്കെ, ചട്ടിയുടെ വെളിയിലൊക്കെ നിറയെ തൈകൾ വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നമുക്കൊരു 3-4 എണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ തൈകളുണ്ടാവും. ഇതൊക്കെ നമ്മൾ 1 വർഷമായിട്ടുള്ളതാണ് നട്ടിട്ട്. പക്ഷേ 1 വർഷമാണെങ്കിൽ ഞാനിത് ഒരു 3-4 എണ്ണം കൂട്ടി വെച്ചിട്ടാണ് കണ്ടോ. ഇതിൻ്റെ 3-4 ചെടി ഒന്നിച്ച് വെച്ചാണ് നട്ടത്. അപ്പോൾ പുതിയ ഒരു തൈ വന്നപ്പോൾ അതിൽ ഇതുപോലെ പൂവുണ്ടായി. മുട്ട് വരുന്നത് കണ്ടോ. അതുപോലെ ഇതും അതെ, ഇതിൻ്റെ വെളിയിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പുതിയ ഒരു മുട്ട് വരുന്നതാണിത്. ഇത് കണ്ടോ, ഇതുപോലെ വരും. പെട്ടെന്ന് തന്നെ നമുക്കിതിൽ പൂവുണ്ടായി കിട്ടും. അത്യാവശ്യം വളമൊക്കെ കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നിറയെ പൂ വരുന്നത്. ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മളൊരു ആഴ്ചയിൽ ഒരു 2 ദിവസം വളം കൊടുക്കാം. അതിപ്പോൾ വർഷക്കാലത്താണെങ്കിൽ നമുക്ക് മറ്റേ ഓർഗാനിക് വളങ്ങൾ കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനകത്തൊക്കെ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണ NPKയുടെ 19-19-19 ഞാൻ പൂക്കാനായിട്ട് കൊടുക്കുന്നത്. വളരാനായിട്ട് NPKയുടെ തന്നെ 30-10-10 ഇതാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെടി വലുതായി വരും. വേനൽക്കാലത്ത് മാത്രം ഓർഗാനിക് വളങ്ങൾ കൊടുക്കുക. അതല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഫംഗസൊക്കെ വരും. അതുപോലെ തന്നെ ഈ ഓർക്കിഡ് റീപോർട്ട് ചെയ്യാനായിട്ട് കരിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചകിരി നന്നായി ഫംഗിസൈഡിലൊക്കെ മുക്കി ചെറിയ പീസാക്കിയിട്ട് 1-2 പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ചെറുതായിട്ടൊരു ഈർപ്പം ഇതിന് ചുവട്ടിലുണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണമെന്ന് വേനൽക്കാലത്ത്. അതിൻ്റെ കാരണം ഇതാണ്, ഈ കരിയിലായതുകൊണ്ട് തന്നെ വെള്ളം അതിൻ്റെ ചുവട്ടിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നനച്ചു കൊടുത്തില്ലെങ്കിൽ, എല്ലാ ദിവസവും നനച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ചെടിക്ക് ഇതിൻ്റെ വേരിനൊക്കെ ഇത്തിരി പ്രശ്നം ഉണ്ടാവും. അധികം വെള്ളമില്ലല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ ഫംഗിസൈഡിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ വർഷക്കാലത്ത് നമുക്ക് 10 ദിവസം കൂടുമ്പോൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഫംഗസൊക്കെ വന്നിട്ട് ഈ ചെടി അങ്ങ് കേടായി പോകും. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മാസത്തിലൊരിക്കലൊക്കെയാണ് ഞാൻ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഓർക്കിഡ് നന്നായിട്ട് വളർത്തി അതുപോലെ തന്നെ നമുക്ക് നിറയെ പൂവുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.